ഹേ ഓൾ, വെൽക്കം ടു അനദർ വ്ലോഗ്. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത്രക്കും ഡള്ളായിട്ടുള്ള ക്ലൈമറ്റാണ്. പുറത്തൊക്കെ നല്ല ഇടിവെട്ട് മഴ പെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മളൊരു ഈവനിങ് ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ കാണാം. ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിലെന്തായാലും ഒരു കോഫി മസ്റ്റ് ആണല്ലോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ കോഫിയിൽ വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. പിന്നെ മുറുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഒരു തണുപ്പത്ത് വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് മാഗിയാണ്. അപ്പം അതന്നെ ഉണ്ടാക്കാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അകാരോൻ്റെ മൾട്ടി ലെയർ കെറ്റിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫാനാണ്. വീട്ടിലെല്ലാം അധികം എളുപ്പപ്പണിക്ക് ഇതിൽ തന്നെയാണ് ഉണ്ടാക്കൽ. സോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു ഇപ്പിൻ്റെ ഇപ്പോഴത്തെ പുതിയൊരു പാസ്തൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ഇപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ ഇപ്പി ഭയങ്കര വെള്ളം പോലെ നമുക്ക് സൂപ്പ് പോലെ കിട്ടൂലേ, ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. കാരോൻ്റെ ഈ ഒരു കെറ്റിൽ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. എഗ്ഗ് ബോയിൽ ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനോ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ പാസ്തയും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലെങ്കിൽ കുറച്ച് വെള്ളം പോലെ കിടക്കണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ഇത് പെട്ടെന്നുണ്ടെങ്കിൽ അത് കുടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പത്തിനും തിക്കായിട്ടുണ്ടായിരുന്നു. ഇനി വേറൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മൾ ഈവനിങ് ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ മഴ കൊണ്ട് എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡൊന്നും വന്നിട്ടില്ലേനു. പിന്നെ എനിക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒറ്റക്കായതുകൊണ്ട് മഴയും കൂടി റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഭയങ്കര മടി പിടിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കേനു ഞാൻ. എപ്പോഴുള്ള പോലെ തന്നെ ബിസ്മിയിലേക്കാണ് ഈ പ്രാവശ്യം ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് 1-2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ബിസ്മിയിലേക്ക് തന്നെ ഞാൻ അധികം പോവലുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പരതിയിട്ട് അതൊന്ന് മൊത്തം റൗണ്ട് ചെയ്യാൻ ഞാൻ തിരിച്ച് പോവലും ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കത് മറന്നുപോയി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് വേണ്ട സാധനം മാത്രം വാങ്ങുമല്ലോ. ഇതെനിക്ക് പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരാൻ നേരത്താണ് ഇത് വാങ്ങിയില്ലല്ലോ അത് വാങ്ങിയില്ലല്ലോ എന്നൊക്കെ ഓർമ്മ വരാം. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ വാങ്ങുകയും ചെയ്യും. എനിക്കിന്ന് ബ്രൗണി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് മഴ ആണെങ്കിലും ചൂടാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഐസ്ക്രീം എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ലസാനി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലസാനിയുടെ ഷീറ്റിന് പകരം ഞാൻ അധികം സമൂസിൻ്റെ ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്വിസിൻ്റെ ഈ ഒരു ഷീറ്റ് തന്നെയാണ് ഞാൻ അധികം യൂസ് ചെയ്യല്. അപ്പം അതും കൂടി ഒന്ന് എടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കിങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടൈമൊക്കെ പോകുന്നത് പോലും ഞാൻ അറിയില്ല. അത്രക്കും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യം എന്നൊക്കെ പറയില്ലേ, അതിൽ പെട്ട ഒന്നാണ് കേട്ടോ ഈ ഗ്രോസറി ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക്. പിന്നെ ബില്ലൊക്കെ കിട്ടി നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഒരു സിമ്പിൾ ജേർണലിംഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജേർണലിംഗ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ആംബിയൻസ് സെറ്റ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന മാതിരി എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനൊരു ക്യാൻഡിലാണ് കത്തിച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് കുറേ കമൻറ്റ്സ് വരുത്തുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ എവിടുന്ന പർച്ചേസ് ആക്കില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ കിട്ടുന്നതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയിൽ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. പിന്നെ എനിക്ക് ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് കൊളാബായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ആ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഓർഗനൈസേഴ്സ് നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്നതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാനിവിടെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കട്ടോ. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ പോലെ കാണിക്കോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനിത് എപ്പോഴും വ്ളോഗ്സിൽ ഷെയർ ചെയ്തിട്ട് മടുത്തിട്ടുണ്ട്. പക്ഷെ പുതിയ ആൾക്കാരാവണം, ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ടാണ് കേട്ടോ. ക്യാപ്കട്ടിൽ എനിക്ക് അങ്ങനെ മാരകമായ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഫിൽറ്റർ എന്നുള്ള രീതിയിൽ ക്രീം എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. ഒരു പേസ്റ്റൽ ഷെയ്ഡ് നമ്മൾ വീഡിയോന് കൊണ്ടുവരും. പിന്നെ അതിൽ കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. മെയിനായിട്ട് നമ്മൾ നല്ല സൺലൈറ്റിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്
അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വലിയ ഫോണൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മെയിനായിട്ട് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കുന്നു, അതിനനുസരിച്ചിരിക്കും നമ്മുടെ വീഡിയോൻ്റെ ഒക്കെ ഒരു ഭംഗി. നല്ല സൺലൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ നമ്മളെ ഫാമിലി 20K ആയിട്ടുണ്ട്, അതുകൊണ്ട് ഗിവ് അവേ ഒക്കെ തരുമെന്ന് ഞാൻ പറഞ്ഞതാണ്, ഞാനൊന്നും മറന്നിട്ടില്ല. എന്തായാലും സൂൺ ഞാൻ എന്തായാലും ഗിവ് അവേ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, സ്കൂളൊക്കെ ഓപ്പൺ ആയി എന്നറിയാം. എങ്ങനെയുണ്ട് നിങ്ങളെ ക്ലാസ്സും കാര്യങ്ങളും, വെക്കേഷനൊക്കെ എത്ര പെട്ടെന്നാണല്ലോ വെക്കേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ നല്ല പെരും മഴയത്താണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മഴയത്തൊക്കെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചടുപ്പുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ ആദ്യം എണീക്കുമ്പോൾ ഞാനെന്ന് വിചാരിച്ചാൽ ആദ്യം രാവിലെ നേരത്തെ എണീക്കണം, ട്യൂഷന് പോകണം, ട്യൂഷൻ കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ മദ്രസയിൽ പോകണം. അങ്ങനെ ഒരു ഭയങ്കര ഹറിബറി, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ. പക്ഷെ ഇപ്പം അതിലേക്കൊന്ന് പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നലുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജേർണലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങിലേക്കാണ് പോയത്. എത്ര പെട്ടെന്നാണല്ലോ ഈ ഫാസ്റ്റിലിട്ടപ്പോൾ കഴിയുന്നത്. പക്ഷെ കുറച്ച് ടൈം എടുത്ത് ചെയ്തതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ക്യാൻഡിൽ അങ്ങോട്ട് ചിന്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തുനിന്ന്. സോ അതൊക്കെ ഒന്ന് ഒരതി ഒക്കെ ഒന്ന് പോക്കിയൊന്ന് നനച്ച് തുടച്ച് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ തോന്നലില്ല. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലാരിറ്റീൻ്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ ഞാൻ പോയിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് എന്നല്ല, ഒത്തിരി വട്ടം ഞാൻ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഫ്ലോപ്പ് എന്നല്ലാണ്ട് അത്രയ്ക്കും ഫ്ലോപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര വീഡിയോ ഒക്കെ കണ്ടിട്ട് അഥവാ സക്സസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് കാണിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതേനു. അതുകൊണ്ട് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, വെറുതെ എന്തിനെയും കൂടി. എനിക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമായി. കോവിഡിൻ്റെ ടൈമിൽ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ടച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിട്ടിട്ട് പോയിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കാൻ നല്ല രസമാണ്, പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രം കേൾക്കുന്ന പണിയാണ്. പിന്നെ നമ്മൾ ബ്രൗണി മുകളിലങ്ങോട്ട് ഈ ക്രാക്സ് ഒന്നും വന്നിട്ട് സെറ്റായിട്ടില്ലേനു. എനിക്ക് തോന്നുന്നത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടേനും. ഈ ബ്രൗണിക്ക് അങ്ങനെ ബീറ്റ് ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ബ്രൗണിയൊക്കെ കഴിച്ച്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് മൂവിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ടിരുന്നു. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കേടാ, ബൈ.